ട്രെയിനിന്റെ ബോഗി റോഡ് സൈഡിൽ കണ്ടിട്ട് നോക്കിയതാണേ. അപ്പോഴാണ് കുറെ ആൾക്കാർ അതിലിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. ബോച്ചെ ഫുഡ് എക്സ്പ്രസ്, ഫുഡ് ഓൺ വീൽസ്, അതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് തന്നെ. അപ്പോൾ ഈ ഒരു ബോഗിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ ബോച്ചേൻ്റെ ചിത്രവും പേരും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ട് വെറും 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. നമ്മൾ ഏകദേശം രാത്രി ഒരു 8 മണി 8:30 ആ ഒരു സമയത്താണ് പോയത്. പുറത്ത് തന്നെ നല്ല തിരക്കായിരുന്നു. പുറത്തും ഡൈനിങ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബോഗീൻ്റെ ഉള്ളിലാണ് മെയിൻ സംഭവങ്ങൾ. നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത്. വയറൊക്കെ ഫുള്ളായിരുന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ടൊന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കയറിയത്. നമ്മളുള്ളിലേക്ക് കയറുമ്പോൾ നല്ല തിരക്കായിരുന്നു. എല്ലാ സീറ്റും ഫുള്ളായിരുന്നേ. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് സീറ്റൊക്കെ കിട്ടിയത്. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ പുള്ളിക്കാരനാണ് നമുക്ക് സീറ്റ് ഒപ്പിച്ചു തന്നത്. കുറച്ച് സമയം നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് പുള്ളി നമ്മളെ വിളിച്ചിട്ട് 2 സീറ്റ് ആ തിരക്കിനിടയിലും ഒപ്പിച്ചു തന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്നത്, നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് അവിടെ വെയിറ്റ് ചെയ്തത്. പക്ഷെ എല്ലാവരുടെയും ടേബിളിൽ നല്ല ഹെവി ഐറ്റംസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഒരു ചേച്ചി എടുത്തുകൊണ്ടിരുന്ന ഫുഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് എല്ലാവരും അവിടുന്ന് തട്ടിക്കൊണ്ട് നിൽക്കുന്നത്. നമുക്ക് പിന്നെ വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പുറവും ഇപ്പുറവും ഒക്കെ നടക്കുകയായിരുന്നേ. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. അടിപൊളിയായിട്ട് ഇവർ സെറ്റാക്കിയിട്ടുണ്ട് ഇൻറ്റീരിയറൊക്കെ. ഒരു സൈഡിൽ 4 പേർക്ക് ഇരിക്കേണ്ട ടേബിളും ഒരു സൈഡിൽ 2 പേർക്ക് ഇരിക്കേണ്ട ടേബിൾസും. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം വന്നിട്ടുണ്ട് ചിക്കൻ ബിരിയാണി. 240 രൂപയാണ് ഈ ഒരു ചിക്കൻ ബിരിയാണിക്ക് ഈ ഒരു പോർഷന് ഇവർ ഈടാക്കുന്നത്. ഈ ഒരു ബിരിയാണിയിൽ ഒരു വലിയ പീസ് ബ്രോയിലർ ചിക്കനാണ് ഉള്ളത്. ബിരിയാണിക്ക് സൈഡ് ഡിഷായിട്ട് ഉള്ളിയും തൈരും കൊണ്ടുള്ള സലാഡും പിന്നെ ഒരു മസാല ഗ്രേവിയും. റൈസ് ഒന്ന് മിക്സ് ആക്കാന്ന് വെച്ച് നോക്കുമ്പോഴാണ് അതിൽ നിന്നൊരു ഏലക്കായ് കിട്ടിയത്. അത് വേഗം അങ്ങോട്ട് മാറ്റിയിട്ടാണ് നമ്മൾ റൈസ് മിക്സ് ആക്കിയത്. റൈസും അതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു ചിക്കൻ അങ്ങനെ പൊട്ടിക്കാം. നല്ല ജ്യൂസി ടൈപ്പ് ചിക്കനാണ്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കനും റൈസും കൂടിയിട്ടാണ് ആദ്യം നമ്മൾ കഴിച്ചത്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ബിരിയാണി കഴിക്കുന്ന സ്റ്റൈലിൽ ആ സലാഡും പിന്നെ ആ മസാല ഗ്രേവിയും കൂടി റൈസിൽ നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഒരു പീസ് ചിക്കൻ പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് വെച്ചു. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ആക്കിയിട്ടാണ് പിന്നീട് കഴിച്ചത്. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നേ ബോച്ചെ ഫുഡ് എക്സ്പ്രസ്സിൽ നിന്ന് നമ്മൾ കഴിച്ചത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജ്യൂസി ടൈപ്പായിട്ടുള്ള ചിക്കനാണ് നമുക്ക് ബിരിയാണിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ ചിക്കൻ പൊട്ടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എനിക്കേതായാലും ബിരിയാണി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഫ്ലേവറൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് എവിടെയാ ലൊക്കേഷൻ എന്നല്ലേ നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നത്? ബോച്ചെ ഫുഡ് ഓൺ വീൽസ് അല്ലെങ്കിൽ ബോച്ചെ ഫുഡ് എക്സ്പ്രസ്. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കാണുന്നത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തെ കോമ്പൗണ്ട് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്.